ഹലോ ഹായ് ലെറ്റ്സ് റീഫിൽ ദിസ് ബോട്ടിൽ. അപ്പോൾ ഇതെന്തിൻ്റെ ബോട്ടിലാണെന്നല്ലേ, ഇതാണ് എൻ്റെ നെയ്യ് കുപ്പി. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ നെയ്യ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ അടുത്ത് നേരത്തെ പാത്രത്തിൽ കാണിച്ചില്ലേ, ആ സാധനമാണ് ഈ സാധനം കേട്ടോ. അതായത് നമ്മൾ 1/2 ലിറ്റർ പാല് ദിവസം വാങ്ങിക്കാറുണ്ട്. അത് കാച്ചിയ ശേഷം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അപ്പോൾ ഇത് മേലെ ഇതുപോലെ നെയ്യ് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അത് അക്യുമുലേറ്റ് ചെയ്ത് വെക്കുന്നതാണ് ആ നീലപാത്രത്തിൽ കാണുന്നത് കേട്ടോ. ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്യാണ് ഉണ്ടാക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ബട്ടർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിരുന്നു. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും. അപ്പോൾ നമുക്ക് ബട്ടർ ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ നെയ്യ് ഉണ്ടാക്കാനായിട്ട് ഐസ് വാട്ടർ വേണം. നല്ല അത്യാവശ്യം തണുപ്പുള്ള വെള്ളം തന്നെ വേണം. ഞാനിവിടെ ഇന്ന് ചെയ്യുന്നത് ഫുഡ് പ്രോസസ്സറിലാണ്. മിക്സിയിലും ഇതേ പരിപാടി ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പാൽപ്പാടയും പിന്നെ ഐസ് വാട്ടറും അത്യാവശ്യം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. മിക്സിയിലായാലും അതുപോലെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ഒരു സംഭവം വെണ്ണ ഇങ്ങനെ നന്നായിട്ട് കട്ടിയായി വേറെ സെപ്പറേറ്റ് ആയി കിട്ടും. ഇനി നമുക്ക് ഇത് ഒന്നും കൂടെ ഒന്ന് വാഷ് ചെയ്യണം. നമ്മളിത് കുറച്ച് ദിവസം ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അക്യുമുലേറ്റ് ചെയ്തെടുത്താണല്ലോ. അപ്പോൾ തൈരിനെ പോലെ ഒരു പുളിയോ ഒരു ചമർപ്പോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ വൃത്തിയായി പോകാനായിട്ട് കുറച്ചും കൂടെ ഐസ് വാട്ടർ ഒഴിച്ചിട്ട് 1-2 വട്ടം ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ വേസ്റ്റ് വെള്ളം വെള്ള കളറൊക്കെ പോയി ഒരു ഏകദേശം നല്ലൊരു പ്യുവർ വാട്ടർ പോലെ ആയി കിട്ടും. അപ്പോൾ അതുവരെ ചെയ്യുക. ഞാനിവിടെ 3 തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ തണുപ്പോടെ തന്നെ നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ തണുപ്പുള്ളതുകൊണ്ട് നെയ്യൊക്കെ പെട്ടെന്ന് സെറ്റായി കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ചെരിച്ച് വെച്ചാൽ കുറച്ചും കൂടെ വെള്ളമൊക്കെ പോയി കിട്ടും. ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നെയ്യാക്കി എടുക്കാം. ആ വെണ്ണ നന്നായിട്ട് വെള്ളമൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ചെരിച്ച് വെക്കുക. നന്നായിട്ട് വെള്ളം പോയ വെണ്ണേന്ന് അധികം വേസ്റ്റ് ഉണ്ടാവില്ല പോകാൻ, പെട്ടെന്ന് തന്നെ നെയ്യായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കി വെച്ച ബട്ടറാണ്. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് ഞാൻ ഇത് നെയ്യാക്കി എടുക്കുകയാണ്. ചൂട് കട്ടിയുള്ള അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുക. ചിലപ്പോൾ ഇതിങ്ങനെ തിളച്ച് ഇങ്ങനെ പാത്രം ഫില്ലായി വരും. അപ്പോൾ കുറച്ച് വലിയ പാത്രം തന്നെ എടുക്കുക. അതിൽ നിന്ന് ഫ്ലെയിം കൂട്ടിയിടുക, പിന്നെ ഫ്ലെയിം കുറച്ചിടുക. ഇതുപോലെ നെയ്യിൻ്റെ ഒരു യെല്ലോ കളറും വരും. പിന്നെ ഈ ചണ്ടി ഈ ഒരു ആയിന്ന് കണ്ടാൽ നെയ്യ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ഓവർ കുക്ക് ആയ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് വെച്ച് പെട്ടെന്ന് തന്നെ ഹീറ്റ് കുറയ്ക്കായിരുന്നു. അപ്പോൾ നമുക്ക് നെയ്ച്ചോറും ചെമ്മീൻ കറിയും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ബട്ടറിൽ നിന്ന് കിട്ടിയ നെയ്യാണ് കേട്ടോ. ഇത്രയും നെയ്യ് കിട്ടി. അത് നമ്മൾ കുറച്ച് ചൂടാറിയ ശേഷം വേണം കുപ്പിയിലാക്കാൻ, അല്ലെങ്കിൽ കുപ്പി പൊട്ടൂട്ടോ. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് വെച്ചിട്ട് അതുപോലെ അരിച്ച് വെക്കുക. നമ്മൾ ഇന്ന് ചെയ്ത ബട്ടർ കുറച്ച് ബട്ടറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബട്ടറായിട്ടും ബാക്കി നെയ്യായിട്ടും ചെയ്യാണ്. അപ്പോൾ നമ്മൾ നെയ്യ് യൂസ് ചെയ്ത് കഴിഞ്ഞല്ലോ. അപ്പോൾ അതേ പാത്രം തന്നെ ഞാൻ എടുത്ത് വെച്ചിരുന്നു രണ്ടാമതും ചെയ്യാനായിട്ട്. ഇത് നമുക്ക് നേരത്തെ പോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പാല് വാങ്ങിക്കാനൊക്കെ പിശുക്ക് കാട്ടിയിട്ട് വീട്ടിലാവശ്യത്തിന് നെയ്യോ ഒക്കെ നമ്മൾ വാങ്ങും. ബട്ടർ ഉപയോഗിക്കുന്നതാണെങ്കിൽ ബട്ടറും വാങ്ങും. 1/2 ലിറ്റർ നെയ്യിന് 400 അങ്ങനെ എന്തോ റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറേ ആയിട്ട് നെയ്യും വാങ്ങിക്കില്ല ബട്ടറും വാങ്ങിക്കില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ദിവസം നമുക്ക് പാലിന് വേണ്ടിയിട്ട് ചിലവാകുന്നത് 32 രൂപ. അപ്പോൾ ഒരു മാസത്തേക്ക് 960 രൂപ. അപ്പോൾ അതിൽ നിന്ന് 1 കിലോ നെയ്യ് കിട്ടിയാൽ തന്നെ നമുക്ക് നെയ്യിൻ്റെ പൈസ ഇവിടെ ഇതിൽ നിന്ന് ലാഭം കിട്ടി. പിന്നെ പാൽ നമുക്ക് മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. ബട്ടറിൻ്റെ ആവശ്യത്തിന് ബട്ടറും കിട്ടും. അടുത്തെവിടെയെങ്കിലും നാടൻ പാൽ അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിക്കുക. അതൊരു നഷ്ടമല്ല. ഇതുപോലൊക്കെ ചെയ്താൽ ആ പൈസ നമുക്ക് തികഞ്ഞും കിട്ടും. കുട്ടികൾക്കൊക്കെ പാൽ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.